ഇവരെ പോലെ തന്നെയുള്ള മിണ്ടാപ്രാണികൾ പുറത്ത് ഒരുപാടുണ്ട്. അവരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നമ്മൾ കാരണം അവർക്കൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. സോ വെൽക്കം ടു സമ്മർ കെയർ സീരീസ് ലാസ്റ്റ് എപ്പിസോഡ്. ചൂട് കാലത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരുപാട് സങ്കടം വരുന്ന ഒരു കാഴ്ചയാണ് തണൽ തേടിയിട്ട് പട്ടികളും പൂച്ചകളും ഒക്കെ വണ്ടീൻ്റെ അടിയിൽ കിടക്കുന്നത്. കാരണം അത്രയ്ക്ക് ചൂടാണ് പുറത്ത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ആ വണ്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുന്നതിൻ്റെ മുമ്പ് ഉള്ളിലൊന്ന് നോക്കുക, ഏതെങ്കിലും ജീവൻ അവിടെ കിടക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ അറിയാതെ വണ്ടി എടുക്കുന്ന സമയത്ത് ആ ഡോഗിനെ ഇഞ്ചേർഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ കാരണം ഒരു മിണ്ടാപ്രാണിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ അവശ നിലയിൽ കിടക്കുന്ന ഡോഗ്സിനെയും പൂച്ചകളെയും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കാരണം ചിലപ്പം വെള്ളം കിട്ടാതെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹീറ്റ് സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും ലക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വയ്യാതെ ആയതായിരിക്കാം. പക്ഷേ ഇവരെയൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കാനായിട്ടുള്ള ഒരു കണ്ടീഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലുടനീളം ഒരുപാട് റെസ്ക്യൂ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് സ്ഥലം എവിടെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ജീവനെ നോക്കിക്കോളും. അപ്പോൾ ആ ഒരു സഹായം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതിനൊരു ചിലവുമില്ല. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ കിടക്കുന്ന മിണ്ടാപ്രാണികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഒന്ന് നിങ്ങൾ അറിയിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റും ഡെയിലി കാണുന്ന ഒരുപാട് മൃഗങ്ങൾ ഉണ്ടാവില്ലേ, അതായത് പട്ടികളും പൂച്ചകളും ഒക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഇവിടെ ഷുപ്പൂട്ടിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഡെയിലി കാണുന്ന കുറേ മിണ്ടാപ്രാണികളുണ്ടാവും. അവർക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വെള്ളം വെച്ച് കൊടുക്കുക. അത് അവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിരിക്കും. ഒരു ചിലവും ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ ഗേറ്റിന് പുറത്തോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഒക്കെ നിങ്ങൾ കുറച്ച് പാത്രത്തിൽ വെള്ളം കൊടുക്കുന്നത് നല്ലതായിരിക്കും. സമ്മർ ടൈമിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരുപാട് അതിഥികളുണ്ട്. അതായത് കുറേ കിളികളുണ്ട്, കാക്കകളും കുഞ്ഞു കുഞ്ഞു കിളികളും അണ്ണാനും, അങ്ങനെ ഒരുപാട് പേര് വെള്ളം തേടി വരാറുണ്ട്. സോ നമ്മുടെ വീട്ടിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊക്കെ ഒരു ആശ്വാസമായിരിക്കും. അവർ ഈ ഒരു ചൂട് കാലത്ത് വെള്ളം കുടിക്കുന്നത് കാണുമ്പം നമ്മുടെ മനസ്സുണ്ടല്ലോ നിറയും. അത് എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഡോഗിനെയോ അല്ലെങ്കിൽ ഒരു കാറ്റിനെയോ വളർത്തുന്ന നിങ്ങളൊരു പെറ്റ് പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തായാലും മനസ്സിലാവും. നിങ്ങൾ പറയാതെ തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദാഹിച്ച് അലഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു മിണ്ടപ്രാണി നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെയാണ്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഇടയിൽ കയറി വരരുത്. നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സമ്മർ കെയർ സീരീസ് ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ പെറ്റിനെ കെയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ബൈ.